നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിക്ടർ കുപ്രൈച്ചിക്കും ഓസ്ട്രിയൻ ഇന്റർനാഷണൽ മാസ്റ്റർ ജോർജ് ഡാനറും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമും സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാരാമൗണ്ട് ചെസ് ആണ്. പാരാമൗണ്ട് ചെസ്സിൻ്റെ സൈറ്റിൽ നിന്നും ഏത് ചെസ് സെറ്റ് വാങ്ങിയാലും 15% ഡിസ്കൗണ്ട് ഉണ്ട്. വാങ്ങിക്കുന്നവർ മലയാളം 15 എന്ന ഡിസ്കൗണ്ട് കൂപ്പൺ ഉപയോഗിച്ച് വാങ്ങിക്കുക. വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഗെയിമിൽ കുപ്രൈച്ചിക്ക് വൈറ്റ് സൈഡും ഡാനർ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് D4 മുതൽ ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോൺ ഔട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചോട്ടുന്നു. സിസിലിയൻ ഡിഫൻസിന്റെ ഓപ്പൺ വേരിയേഷൻ ആണ്. ബ്ലാക്ക് ഇവിടെ നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 സ്കോറിലേക്ക് ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ആ പോണിനെ സപ്പോർട്ടും ചെയ്യുന്നു. ബ്ലാക്കിനിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്ലാസിക്കൽ വേരിയേഷനോ ഫ്രഞ്ച് വേരിയേഷനോ ഡ്രാഗൺ വേരിയേഷനോ ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഇതൊന്നും സെലക്ട് ചെയ്യുന്നില്ല. A6 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് F7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ക്വീനിനെ B6 ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ H6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുകയാണ്. ക്വീനിനെ A5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഇത് ചെറിയൊരു ട്രാപ്പ് കൂടെയാണ്. ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. അതിനോടൊപ്പം ഈ C3 നൈറ്റ് പിന്നിങ്ങിലും ആയിട്ടുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് ഈ ബിഷപ്പിനെ തിരിച്ച് D2 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഡിസ്കവേർഡ് അറ്റാക്കിനുള്ള സാധ്യത ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ആ ട്രാപ്പ് സക്സസ് ആവുന്നത്. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ രണ്ട് പീസുകൾക്ക് സപ്പോർട്ട് ഇല്ലാതിരിക്കുകയാണ്. അടുത്ത മൂവിൽ ക്വീൻ C5 വന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വരുന്നതോടെ വൈറ്റിന് ഈ രണ്ട് പീസുകളിൽ ഒരെണ്ണം നഷ്ടപ്പെടും. ഇവിടെ എന്തായാലും കുപ്രൈച്ചിക്ക് ഇപ്പോൾ ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുവരുന്നില്ല. പകരം ക്വീനിനെ D2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം നൈറ്റിനെ പിന്നിങ്ങിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് E6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിനെ ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം ഡാർക്ക് സ്ക്വയർ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് ക്വീൻ സെല്ലിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. വൈറ്റ് ക്വീൻ സെല്ലിലേക്ക് കാസ്ലിംഗ് ചെയ്തതോടെ ബ്ലാക്ക് വേഗത്തിൽ ക്വീൻ സെല്ലിലേക്ക് അറ്റാക്ക് കൊടുക്കുകയാണ്. ആദ്യം E5 മൂവ് കൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ B3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് വേഗം തന്നെ നൈറ്റിനെ C5 കൊണ്ടുവന്ന് ബിഷപ്പിനെയും E4 പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ E4 പോണിനെതിരെ രണ്ട് നൈറ്റുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം അടുത്ത മൂവിൽ ഒരു ചെക്കോട് കൂടി ഈ ലൈറ്റ് സ്കോർ ബിഷപ്പിനെ വിട്ടെടുക്കാനും സാധ്യതയുണ്ട്. ഈ ബിഷപ്പിന് ഇപ്പോൾ സേഫായിട്ട് എങ്ങോട്ടേക്കും രക്ഷപ്പെടാനും പറ്റില്ല. ഇവിടെ ഇപ്പോൾ വൈറ്റിന് വേണമെങ്കിൽ ബിഷപ്പും നൈറ്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്കറെ ഇവിടെ നിന്ന് ഒഴിവാക്കാം. എന്നാൽ കുപ്രൈച്ചിക്ക് ഇപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള എക്സ്ചേഞ്ചിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. E5 മൂവ് കൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് എന്തായാലും ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ചെക്കോട് കൂടി ഈ ബിഷപ്പിനെ വിട്ടെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചുവിട്ടുന്നതോടെ ക്വീനെതിരെ അറ്റാക്ക് വരികയും ക്വീൻ അറ്റാക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും ഒരു നൈറ്റ് കൂടെ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റിക്കൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അതും സക്സസ് ആവില്ല. കാരണം നൈറ്റ് വെച്ച് തന്നെ തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് കൊടുക്കാൻ പറ്റും. ബ്ലാക്ക് ഇപ്പോൾ ക്വീനിൽ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാലും നൈറ്റ് വെച്ച് തന്നെ തിരിച്ചൊട്ടുന്നതോടെ ആ ഒരു നൈറ്റ് ലാഭം കിട്ടും. അതുകൊണ്ട് നൈറ്റ് വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് കൊടുത്തുകൊണ്ട് ആ ക്വീനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതും സക്സസ് ആവില്ല. വൈറ്റിന് നൈറ്റ് വെച്ച് തന്നെ തിരിച്ചു വെട്ടാം. അപ്പോഴും വൈറ്റിന് ഒരു നൈറ്റ് ലാഭം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനോട്ടാനോ അല്ലെങ്കിൽ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യാനോ പറ്റില്ല. എന്നാൽ ഈ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് ഒഴിവാക്കുന്നതിനായിട്ട് ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റിനെ C6 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ഈ D5 ഓപ്പൺ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്കിന് ഇപ്പോൾ ഈ ക്വീനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. അങ്ങനെ ക്വീനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത രണ്ട് മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം ക്വീൻ D8 ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. ക്വീനെ വെച്ച് തന്നെ വെട്ടേണ്ടി വരും. ആ സമയത്ത് റോക്ക് വെച്ച് ക്വീനിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. ഇങ്ങനെ പല വിധത്തിലുള്ള അറ്റാക്കുകൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് കുപ്രൈച്ചിക്ക് ഇപ്പോൾ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ ഒന്നും ശ്രമിക്കുന്നില്ല. പകരം B4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോണം വെച്ച് നൈറ്റിനോട്ടൊന്നു
ബ്ലാക്കും പോൺ വെച്ച് നൈറ്റ് നോട്ട് കണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ പോണിനെതിരെ 2 അറ്റാക്ക് ഉണ്ടെങ്കിലും വൈറ്റ് ആ പോണിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ അറ്റാക്കിൽ നിന്നും F4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതും അടുത്തൊരു ട്രാപ്പാണ്. ക്വീൻ F4ലേക്ക് വന്നതോടെ ബ്ലാക്കിന് പോൺ വെച്ച് 2 പീസിലെയും 4K ഉള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ 4K ചെയ്യാതെ പോൺ വെച്ച് പോൺ ഇട്ടുകൊണ്ട് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പോണിനെ തിരിച്ചുവിട്ടേണ്ട ആവശ്യമില്ല. പകരം കിങ്ങിനെ B1ലേക്ക് മൂവ് ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ 4K ശ്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. പകരം പോൺ വെച്ച് ഈ G7ലെ പോൺ ഇട്ടതുകൊണ്ട് ഇങ്ങനെ ഒരു 4 കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോൺ വെച്ച് റൂക്കിന് ഇട്ടതുകൊണ്ട് ക്വീനെ തിരിച്ചെടുക്കാം. എന്നാലും ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു 4 ശ്രമിക്കുന്നില്ല. പകരം അപകടകരമായിട്ടുള്ള ഈ പോണിനെ ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. പോൺ വെച്ച് പോണിട്ടൊന്നു വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ G8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ B1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനിയിപ്പോൾ പോൺ വെച്ച് പോണിട്ടാലും ചെക്കല്ല. ഇപ്പോഴും ബ്ലാക്കിന് ഇങ്ങനെ ഒരു 4 സാധ്യത ഉണ്ടെങ്കിലും ഈ ഡയഗണിലേക്ക് ബിഷപ്പ് ഉള്ളത് കാരണം അത് സക്സസ് ആവില്ല. ഇങ്ങനെ 4 ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിനാദ്യം ബിഷപ്പ് വെച്ച് പോണിനെ വെട്ടിമാറ്റിക്കൊണ്ട് വീണ്ടും നേരത്തെ കണ്ട അതേ അറ്റാക്കിലേക്ക് തന്നെ പോകാം. അത് ഒഴിവാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നൈറ്റ് വെച്ച് ഈ ബിഷപ്പിനെ വെട്ടിമാറ്റുകയാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനെ വെട്ടിക്കൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ക്വീൻ E4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് വരുന്നതോടെ ബ്ലാക്കിന് ആ റൂക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും ഈ 4 ശ്രമിക്കുന്നില്ല. പകരം ഈ ബിഷപ്പിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ G6ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വൈറ്റ് അടുത്ത മൂവ് ചെയ്യുന്നത്. അഡ്വാൻസ് ആയിട്ട് H1ലെ റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്ക് ഇങ്ങനെ ഒരു 4 ശ്രമിക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടപോലെ തന്നെ വൈറ്റിന് ബിഷപ്പ് വെച്ച് ആ പോണിനെ വെട്ടി മാറ്റാം. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചോട്ടാണെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റാണ്. ആദ്യം ക്വീന് വെച്ച് F7ലെ പോണിട്ട് ചെക്ക് വരും. കിങ്ങിന് D8ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് നൈറ്റ് C6ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. ഇത് ഡബിൾ ചെക്കാണ്. നൈറ്റ് വെച്ചും റൂക്ക് വെച്ചും ചെക്കുണ്ട്. കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസ് ഒന്നുമില്ല. അതോടെ ചെക്ക്മേറ്റ് ആകും. അങ്ങനെ റൂക്ക് ബോർഡിൻ്റെ സെൻറ്ററിലേക്ക് വന്നതോടെ ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിനോ അല്ലെങ്കിൽ ഈ 4 ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് ഈ പിൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ ബിഷപ്പ് നഷ്ടപ്പെടും. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ബിഷപ്പിനെ H4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ A7ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ F5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് D6ലെ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇതോടെ ആ പോണിനെതിരെ 3 അറ്റാക്ക് ആയിട്ടുണ്ട്. റൂക്കിനെ D7ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇതോടെ വൈറ്റ് അടുത്ത അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അടുത്തായിട്ട് ക്വീനെ D4ലേക്ക് കൊണ്ടുവരുന്നു. 2 ഉദ്ദേശങ്ങളോട് കൂടിയാണ് വൈറ്റ് ഇപ്പോൾ ക്വീനെ D4 സ്ക്വയറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കുപ്രൈച്ചിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ബ്ലാക്കിന് വ്യക്തമായിട്ട് മനസ്സിലായില്ല. എന്തായാലും ഈ C3ലെ പോണിനെ വെറുതെ കൊടുക്കാൻ ബ്ലാക്ക് തയ്യാറല്ല. അതുകൊണ്ട് ഇവിടെ ഒരു പോണിനെ കൂടെ നേടിയെടുക്കുകയാണ്. പോൺ വെച്ച് B2ലെ പോണിനെ വെട്ടിയെടുക്കുന്നു. എന്നാൽ കുപ്രൈച്ചിക്കിൻ്റെ ലക്ഷ്യം ഈ പോണായിരുന്നില്ല. അദ്ദേഹം തൻ്റെ പ്ലാനുമായിട്ട് തന്നെ മുന്നോട്ട് പോയാണ്. ആദ്യം ക്വീനെ H8ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ബ്ലാക്ക് വൈറ്റിൻ്റെ കിങ്സെല്ലിലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനെ ഇട്ടെടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ C പോൺ വെച്ചാണ് ഈ നൈറ്റിനെ ഇട്ടെടുക്കുന്നതെങ്കിൽ ബ്ലാക്കിന് ക്വീനെ C5ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ കിങ്സെല്ലിലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കാൻ കഴിയും. എന്നാൽ A പോൺ ഉപയോഗിച്ച് തിരിച്ചുവിട്ടിയാലും അതേ അവസ്ഥ തന്നെയാണ്. ക്വീനെ A5ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെ അറ്റാക്ക് ചെയ്തതോടൊപ്പം ഇങ്ങനൊരു ചെക്ക് മേറ്റിനും ശ്രമിക്കാം. ഇങ്ങനെ വ്യക്തമായൊരു പ്ലാനോട് കൂടിയാണ് ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ കുപ്രച്ചിക്കിൻ്റെ പ്ലാനേ വേറെ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ 2 രീതിയിലും ഈ നൈറ്റിനെ നേടിയെടുക്കുന്നില്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഈ ക്വീനെ തിരിച്ചു കൊണ്ടുവന്ന് B2ലെ പോണിനെ വെട്ടിയെടുക്കുന്നത് പോലുള്ള ഡിഫെൻസിങ് മൂവുകളൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹം ഇവിടെ ഒരു സാക്രിഫൈസ് കൂടെ ചെയ്യാണ്. ബിഷപ്പിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ശരിക്കും ഇതൊരു സാക്രിഫൈസ് അല്ല, ഇവിടെ ഒരു എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യുന്നതാണ്. ബ്ലാക്കിനിപ്പോൾ ഈ അറ്റാക്ക് അവഗണിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത മൂവിൽ ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ് റൂക്ക് വെച്ച് ബിഷപ്പിനോട്ട് എടുക്കുന്നു.
വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിന് ഇട്ടിരിക്കുകയാണെങ്കിൽ കിങ് വെച്ച് തിരിച്ചോട്ടുന്നതോടെ ഒരു റൂക്കിന് പകരം ബ്ലാക്കിന് 2 പീസുകൾ കിട്ടും. എന്നാൽ കുപ്രൈച്ചിക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ആ റൂക്കിനെയല്ല, പകരം കിങ്ങിനെയാണ്. അതുകൊണ്ട് ഇപ്പോൾ റൂക്കിനെ നേടിയെടുക്കുന്നില്ല. നൈറ്റ് വെച്ച് D6 പോൺ എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്ക് വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 2 സ്ക്വയറുകളേ ഉള്ളൂ. ഇതിലിപ്പോൾ D8 മാറുന്നതെങ്കിൽ ക്വീന് വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരും. ഇപ്പോൾ E8 സ്ക്വയറിലേക്ക് നൈറ്റിന് കൺട്രോൾ കൊണ്ട് റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല. അല്ലാതെ കിങ് എങ്ങോട്ട് തന്നെ മാറിയാലും നൈറ്റിൻ്റെ സപ്പോർട്ടോടെ ക്വീന് വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. അല്ലാതെ കിങ്ങിനെ D7 മാറിയാലും ഏകദേശം അതേ അവസ്ഥ തന്നെയാണ്. ആദ്യം നൈറ്റ് വെച്ച് D8 ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് ഡിസ്ക് വേർഡ് ചെക്ക് കൊടുക്കുന്നതോടൊപ്പം ക്വീനെതിരെ അറ്റാക്കും കൊടുക്കുക. ഇപ്പോൾ ക്വീനെ സംരക്ഷിക്കണമെങ്കിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ് വെച്ച് നൈറ്റിനോട്ട് എടുക്കേണ്ടി വരും. ആ സമയത്ത് ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് കൊടുക്കുക. കിങ് ഇപ്പോൾ എങ്ങോട്ട് തന്നെ മാറിയാലും ഒരു ചെക്കോട് കൂടി റൂക്കിനെ വെട്ടിയെടുക്കുക. ഇനിയിപ്പോൾ എങ്ങനെ നോക്കിയാലും ബ്ലാക്കിന് ഈ ക്വീൻ നഷ്ടപ്പെടും. ഇപ്പോൾ ഈ ചെക്ക് ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ റൂക്ക് D7 വരുന്നതോടെ ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ ചെക്കിൽ നിന്നും കിങ്ങിനെ ഇങ്ങോട്ട് എവിടേക്ക് തന്നെ മാറ്റിയാലും റൂക്ക് വെച്ച് ചെക്ക് വരും. അപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ക്വീൻ വെച്ച് വെട്ടി മാറ്റേണ്ടി വരും. ഇനിയിപ്പോൾ ആ സ്കോറോട് കൺട്രോൾ ചെയ്തുകൊണ്ട് കിങ്ങിനെ C8 മൂവ് ചെയ്യുന്നെങ്കിലും ആദ്യം ക്വീൻ വെച്ച് ചെക്ക് കൊടുക്കുക. ഇപ്പോഴും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ കിങ്ങിന് C6 മാറേണ്ടി വരും. ആ സമയത്ത് ക്വീൻ വെച്ച് വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, B5 മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് വെച്ച് പിൻ ചെയ്തുകൊണ്ട് ക്വീനെ നേടിയെടുക്കാനോ അല്ലെങ്കിൽ പോൺ വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ഇങ്ങനൊരു ചെക്ക്മേറ്റ് അറ്റാക്കിനോ സാധ്യതയുണ്ട്. ഇവിടെ അടുത്ത റൂക്കും എപ്പോൾ വേണമെങ്കിലും ചെക്കോട് കൂടി അറ്റാക്കിൽ വരാൻ പറ്റുന്ന പൊസിഷനിലാണുള്ളത്. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയോ അല്ലെങ്കിൽ ക്വീൻ നഷ്ടപ്പെടുകയോ ചെയ്യുമെന്ന് ഉറപ്പായതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ക്വീന് വെച്ച് നൈറ്റിനൊട്ടുന്നു, വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചൊട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് ഈ അറ്റാക്കുള്ള നൈറ്റിനെ കൂടെ രക്ഷപ്പെടുത്തിയാണ് നൈറ്റിനെ A5 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ ക്വീനെതിരെ ബ്ലാക്കിന് 3 മൈനസ് പീസുകളായിട്ടുണ്ട്. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ B7 കൊണ്ടുവന്ന് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം പ്രധാനപ്പെട്ട സ്കോറുകൾ കൺട്രോൾ ചെയ്യാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ കുപ്രൈച്ചിക്കിന് ഗെയിമിങ്ങിനെ നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല. അദ്ദേഹം വേഗത്തിൽ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് അദ്ദേഹം ഇവിടെ ഒരു സാക്രിഫൈസ് കൂടെ ചെയ്യാണ്. റൂക്കിനെ D8 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കിങ് വെച്ച് റൂക്കിനെ ഒട്ടുന്നു, വൈറ്റ് ക്വീന് വെച്ച് ബിഷപ്പിനെ ഒട്ടിക്കൊണ്ട് ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ കിങ്ങിനെ മാറ്റുന്നില്ല, പകരം റൂക്കിനെ E8 കൊണ്ടുവന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ആണെങ്കിൽ വൈറ്റിന് ഇപ്പോൾ തന്നെ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുക. എന്നാൽ വൈറ്റ് ആദ്യം ക്വീനെ D6 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് റൂക്കിനെ D1 കൊണ്ടുവന്ന് അറ്റാക്ക് സ്ട്രോങ് ആക്കിയതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തായാലും ബ്ലാക്കിന് ഈ 2 പീസുകളും നഷ്ടമാകും. ഈ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് റൂക്കിനെ E7 കൊണ്ടുവരികയാണെങ്കിൽ ക്വീൻ B8 ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതായിട്ട് കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റിയാലും ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരികയും അടുത്ത മൂവിൽ റൂക്ക് കൂടെ നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോഴും ചെക്കാണ്. കിങ് ചെക്കിൽ നിന്ന് എങ്ങോട്ട് തന്നെ മാറിയാലും റൂക്ക് കൂടെ അറ്റാക്കിലേക്ക് വരികയും അധികം വൈകാതെ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് റൂക്ക് D1 വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.